ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഇംഗ്ലീഷിൻ്റെ സമ്മറിയാണ്. ചാപ്റ്റർ 5ൻ്റെ സമ്മറിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. NIOSൻ്റെ 302 കോഡിൽ വരുന്ന ഇംഗ്ലീഷിൽ മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എന്ന ചാപ്റ്ററിൻ്റെ സമ്മറിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. NIOSന് മാത്രമല്ല മറ്റ് ക്ലാസ്സുകൾക്കും ഈ ചാപ്റ്റർ പഠിക്കാനുണ്ടെന്ന് തോന്നുന്നു. എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്ന ആൾ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞു ബെല്ലൈക്കൺ വരും. അതിലൊന്ന് ക്ലിക്ക് ചെയ്തിരുന്നാൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വേഗം കിട്ടും. അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. നമ്മുടെ പോയത്തിൻ്റെ പേര് മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് ആണ്. എഴുതിയിരിക്കുന്നത് കമലാദാസ്. കമലാദാസിന് മറ്റേതൊക്കെ പേരുകളിലാണ് അറിയപ്പെടുന്നത്? കമലാ സുരയ്യ, മാധവിക്കുട്ടി എന്നൊക്കെ അറിയപ്പെടുന്ന വളരെ പ്രശസ്തയായ ഒരു എഴുത്തുകാരിയുടെ ബയോഗ്രഫിക്കൽ പോയമാണ്. അവരുടെ ജീവിതമായിട്ട് അവരുടെ ഓട്ടോബയോഗ്രഫിക്കൽ പോയമാണ് നമ്മുടെ ഇന്നത്തെ മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എന്ന പോയം. ഓട്ടോബയോഗ്രഫിക്കൽ പോയം എന്ന് പറയുമ്പോൾ അവരുടെ ജീവിതത്തിൽ നടന്ന സംഭവം, അവരെ അനുഭവിച്ച ആ ഒരു സംഭവത്തെ വിവരിച്ചിരിക്കുന്നതാണ് ഈ ഒരു പോയം എന്ന് പറയുന്നത്. ഈ പോയത്തിൽ പേര് പോലെ തന്നെയാണ് ഗ്രാൻഡ് മദറിൻ്റെ മെമ്മറിയും ഗ്രാൻഡ് മദറിൻ്റെ വീടും അവിടെ നിന്നും എഴുത്തുകാരിക്ക് ലഭിച്ച ഇമ്മൻസ് ലവ് ആൻഡ് അഫെക്ഷൻ ഫ്രം ഹെർ ഗ്രാൻഡ് മദറിൻ്റെ നിന്ന് കിട്ടിയ ആ ഒരു അഫെക്ഷനും ആ ഒരു ലവും കെയറും സ്നേഹവും ഒക്കെയാണ് ഈ കവിതയിൽ ഉടനീളം പറയുന്നത്. മാത്രമല്ല ഈ കവിത ഭയങ്കര നൊസ്റ്റാൾജിക് ഫീൽ ചെയ്യുന്ന ഒരു കവിതയാണ്. എഴുത്തുകാരിയെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. 1934 കമലാ സുരയ്യ ജനിക്കുന്നത്. 2009 മരണപ്പെട്ടു. 1999 ഇസ്ലാം മതം സ്വീകരിച്ചു. അങ്ങനെ പേര് ചേഞ്ച് ചെയ്ത് കമലാ സുരയ്യ എന്ന പേരിലേക്ക് മാറി. പോയറ്റാണ്, നോവലിസ്റ്റാണ്, ഷോർട്ട് സ്റ്റോറി റൈറ്ററാണ്. അമ്മയും പ്രശസ്തയായ ഒരു കവിയത്രിയാണ്. അവരുടെയും കവിതകൾ നമ്മൾ ഒരുപക്ഷെ 10ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും ഒക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. ബാലാമണി അമ്മ, അതാണ് കമലാ സുരയ്യയുടെ മദറിൻ്റെ പേര്. അവരുടെ കുറച്ച് ബുക്കുകളുടെ പേരുകളൊക്കെ പറയാം. സമ്മർ ഇൻ കൽക്കട്ടയിലെ ഒരു പോർഷനാണ് നമുക്ക് ഈ മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എന്ന പോയം എന്ന് പറയുന്നത്. ഷോർട്ട് സ്റ്റോറീസ് പക്ഷിയുടെ മണം, തണുപ്പ്, എൻ്റെ കഥയാണ് ഓട്ടോബയോഗ്രഫി എന്ന് പറയുന്നത്. നെയ്പായസം, അതൊക്കെ കമലാ സുരയ്യയുടെ വളരെ പ്രശസ്തമായ നോവലുകളാണ്. ടോപ്പിക്കിലേക്ക് കിടക്കാം. ടോപ്പിക്കിൽ ഒരു നൊസ്റ്റാൾജിക് പെയിനാണ്. അവരുടെ ജീവിതത്തിൽ നടന്ന ആ കഴിഞ്ഞുപോയ കാലഘട്ടത്തെ ഓർത്തിട്ട് ഉള്ള ഒരു സങ്കടമാണ് കവിത എന്ന് പറയുന്നത്. കവിത തുടങ്ങുന്നത് ദെർ ഈസ് എ ഹൗസ് നൗ ഫാർ എവേ വെയർ ഓൺസ് ഐ റിസീവ്ഡ് ലവ് ദാറ്റ് വുമൻ ഡൈഡ്. അപ്പോൾ മുത്തശ്ശിയെ പറ്റിയിട്ട്, മുത്തശ്ശിയുടെ ഓർമ്മകളാണ് പറയുന്നത്. മുത്തശ്ശി മരണപ്പെട്ടു. മരണശേഷം എഴുതുന്നതാണിത്. അപ്പോൾ കമലാദാസിന് അവരുടെ ലൈഫിലെ ഏറ്റവും കൂടുതൽ, എഴുത്തുകാരിക്ക് തൻ്റെ ലൈഫിൽ മെമ്മറബിൾ ആയിട്ടുള്ള ഒരു മൊമെൻ്റാണ് മുത്തശ്ശിയോടൊപ്പം ഉണ്ടായിരുന്ന കാലഘട്ടം. അവർ ആ പാസ്റ്റ് മെമ്മറീസിനെ റീകോൾ ചെയ്യുകയാണ്. നൊസ്റ്റാൾജിക് പെയിൻ, ആ ഒരു നഷ്ടപ്പെട്ടു പോയ ആ ഒരു സമയം ഇനി ഒരിക്കലും തിരിച്ച് ലൈഫിൽ കിട്ടത്തില്ല. അത് തിരിച്ച് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം അവർക്ക് അത്രത്തോളം അവരുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സ്നേഹം ലഭിച്ചിരുന്ന ഒരു വീടായിരുന്നു മുത്തശ്ശിയുടെ വീട്. ഇപ്പോൾ ആ വീട്ടിൽ മുത്തശ്ശിയില്ല, മുത്തശ്ശി മരണപ്പെട്ടു. ദ ഹൗസ് വിത്ഡ്രൂ ഇൻ ടു സൈലൻസ്, സ്നേക്സ് മൂവ്ഡ് എമംഗ് ബുക്സ്. ഐ വാസ് ദെൻ ടു യങ് ടു റീഡ് ആൻഡ് മൈ ബ്ലഡ് ടേൺ കോൾഡ് ലൈക്ക് ദ മൂൺ. അപ്പോൾ അടുത്ത ലൈൻസിൽ പറയുന്നത് മുത്തശ്ശി മരണപ്പെട്ടപ്പോൾ വീട് മൂകമായി. വീട്ടിലിപ്പോൾ ആരുമില്ല. വീട്ടിൽ ആൾ താമസമില്ലാതെ വീട് നശിക്കുകയാണ്. അതാണ് ആ വീട് നശിക്കുന്നു എന്നുള്ളതിനെയാണ് വീട് നിശബ്ദമായിപ്പോയി, വീട് മൂകമായിപ്പോയി, വീട്ടിൽ ആരുമില്ല, വീട് നോക്കാനൊന്നും ഇല്ലാതെ ആ ഒരു നശിച്ചു പോയൊരവസ്ഥയിൽ ഇരിക്കുന്നതിനെയാണ് സ്നേക്സ് മൂവ്ഡ് എന്നുള്ള ആ ഒരു വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. വീടിപ്പോൾ മൊത്തത്തിൽ നശിച്ചിരിക്കുകയാണ്. മുത്തശ്ശിക്ക് നിറയെ ബുക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ വളരെ യങ് ഏജിലാണ് കമലാദാസ്, നമ്മുടെ എഴുത്തുകാരി, മുത്തശ്ശിയോടൊപ്പം താമസിച്ചിരുന്നത്. ആ സമയത്ത് മുത്തശ്ശിക്ക് ബുക്സിൻ്റെയൊക്കെ കളക്ഷൻ ഉണ്ടായിരുന്നു. അവർക്ക് ആ ബുക്കുകളൊന്നും അന്ന് വായിക്കാനുള്ള ആ ഒരു ഏജ് എത്തിയിരുന്നില്ല. പല ബുക്കുകളും അവർ വായിച്ചിട്ടില്ല ഇതുവരെയും. ആ ബുക്കുകൾ എല്ലാം ഇന്ന് മുത്തശ്ശിയുടെ ഓർമ്മകൾ ഉള്ള ആ വീട്ടിൽ, ആ വീടും അവിടെ ഉണ്ടായിരുന്നതും എല്ലാം നശിച്ചു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് മുത്തശ്ശിയുടെ മരണവും ഇതും എല്ലാം ഓർത്തിട്ട് അവരുടെ ബ്ലഡ് തണുത്തുറഞ്ഞു പോയിരിക്കുകയാണ്. മൈ ബ്ലഡ് ടേൺ കോൾഡ് ലൈക്ക് ദ മൂൺ. ബ്ലഡ്
തണുത്ത് ഉറഞ്ഞുപോയി. ആ ഒരു അവസ്ഥയാണ്. മുത്തശ്ശിയുടെ ആ വിയോഗം കമലാദാസിനെ എത്രത്തോളം ബാധിച്ചു, അല്ലെങ്കിൽ എത്രത്തോളം അവരെ ഒരു ഡിപ്രഷനിൽ ആഴ്ത്തി എന്നുള്ളതാണ് ആ വരികളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഗ്രാൻഡ് മദർ ആയിരുന്നു സോൾ ഓഫ് ദ ഹൗസ് എന്ന് പറയുന്നത്. ആ വീടിൻ്റെ സോൾ, ആ വീടിൻ്റെ ആത്മാവെന്ന് പറയുന്നത് മുത്തശ്ശിയായിരുന്നു. മുത്തശ്ശി മരണപ്പെട്ടു. ഇപ്പോൾ മുത്തശ്ശിയുടെ ഓർമ്മകളുള്ള ആ വീടും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നോക്കാനും കാണാനൊന്നും ആരും ഇല്ലാതെ ആ വീട് നശിക്കുന്നു. മുത്തശ്ശിയിൽ നിന്നും ലഭിച്ച ആ സ്നേഹവും കരുതലും ഒക്കെ കമലാദാസിനെ ഒരുപാട് സ്വാധീനിച്ചിരുന്നു. അവരുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ നല്ല മൊമെൻറ്റ്സും ഹാപ്പി ആയിട്ടിരുന്ന മൊമെൻറ്റ്സും ഒക്കെ മുത്തശ്ശിയോടൊപ്പം ഉണ്ടായിരുന്ന ആ ദിവസങ്ങളായിരുന്നു. ഹൗ ഓഫൺ ഐ തിങ്ക് ഓഫ് ഗോയിങ് ദയർ to peer through blind eyes of windows, or just listen to the frozen air, or in a wild despair pick an arm full of darkness to bring it here to lie behind my bedroom door like a brooding dog. അപ്പോൾ അടുത്ത ലൈനിൽ പറയുന്നത്, പല പ്രാവശ്യമായിട്ട് എഴുത്തുകാരി ആ വീട്ടിലേക്ക് തിരിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, ആ വീട്ടിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അവർക്കതിന് കഴിയുന്നില്ല. ആ വീട്ടിൽ പോയി ആ വീട്ടിലെ ആ ഒരു അറ്റ്മോസ്ഫിയർ, ആ അറ്റ്മോസ്ഫിയർ ഫീൽ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പീറെന്ന് വെച്ചാൽ നോക്കുക എന്നുള്ളൊരർത്ഥമാണ് ഇവിടെ പറയുന്നത്. അപ്പം അവർക്ക് അവിടെ ആ വീട്ടിൽ തിരിച്ചു ചെല്ലണം. അവിടുത്തെ വിൻഡോയിലൂടെ ബ്ലൈൻഡ് വിൻഡോ എന്ന് പറയുമ്പം ഒന്നുമില്ലാത്ത, ആ ബ്ലൈൻഡ് ഐസ് എന്ന് പറയുമ്പം മനസ്സിലൊന്നുമില്ലാതെ ശാന്തമായിട്ട് നിന്ന് അവിടെയുള്ള കാറ്റൊക്കെ ആസ്വദിക്കണം. ഇതെല്ലാം അവരുടെ ഒരു നിരാശയാണ്. ഇനി ഒരിക്കലും ഇതൊന്നും തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. അതൊക്കെ ഒരു നിരാശയാണ്. ആ വീട്ടിൽ പോയി അവിടെയുള്ള ഓർമ്മകളെ കൈക്കുള്ളിലാക്കി അവർ ഇപ്പോൾ താമസിക്കുന്നത്, ഇപ്പം കൽക്കട്ടയിലാണ് എഴുത്തുകാർ താമസിക്കുന്നത്, അവിടേക്ക് കൊണ്ടുവന്ന് അവരുടെ ബെഡ്റൂമിലേക്ക് കൊണ്ടുവന്ന് സൂക്ഷിക്കണം. അവർക്ക് ആ ഓർമ്മകൾ എപ്പോഴും അവരുടെ കൂടെ വേണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെയാണ് ആ ലൈൻസിലൂടെ പറയുന്നത്. ബ്രൂഡിങ് ഡോഗ് എന്ന് വെച്ചാൽ അവരെ ആ ഓർമ്മകളൊക്കെ അവരെ വല്ലാതെ നിരാശപ്പെടുത്തുന്നുണ്ട്, വല്ലാതെ അവരെ സങ്കടത്തിലാഴ്ത്തുന്നുണ്ട്. ഡീപ്പായിട്ട് ചിന്തിക്കുന്നതിനെ പറ്റിയിട്ടാണ് ആ ബ്രൂഡിങ് ഡോഗ് എന്ന പദത്തിലൂടെ, ആ ഒരു സിമിലിയിലൂടെ, അതൊരു സിമിലിയാണ്, ആ സിമിലിയിലൂടെ എഴുത്തുകാരി കവിതയിൽ പറയുന്നത്. ആ ചിന്തകളൊക്കെ അവരെ വല്ലാണ്ട് നിരാശയാക്കുന്നു, വല്ലാതെ അവരെ ദുഃഖത്തിലാഴ്ത്തുന്നു. അവർക്ക് ആ വീട്ടിൽ തിരിച്ചു പോകണം, അവിടെയുള്ള ആ കാറ്റും എല്ലാം ആസ്വദിക്കണം, ആ വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും നടപ്പിലാക്കാൻ പറ്റുന്നില്ല, അതൊന്നും നടത്താൻ പറ്റുന്നില്ല. ഇപ്പോൾ അവർ താമസിക്കുന്നിടത്ത് നിന്നും വളരെ ദൂരെയാണ്, വളരെ അകലെയാണ് ആ വീട്. അവിടെ പോയിട്ട് ആ ഓർമ്മകൾ, അവരുടെ നല്ല ഓർമ്മകൾ, അവർ ലൈഫിലെ ഏറ്റവും നല്ല ഓർമ്മകളെ തിരികെ കൊണ്ടുവരണം, അവരുടെ ബെഡ്റൂമിലേക്ക് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം ചിന്തകളായിട്ട് തന്നെ ഇരിക്കുകയാണ്. ഇതൊന്നും ഇനി ലൈഫിലേക്ക് തിരികെ കിട്ടാൻ പോകുന്ന കാര്യങ്ങളല്ല. അതെല്ലാം ചിന്തിക്കുമ്പോൾ അവരെ മനസ്സ് വല്ലാണ്ട് വേദനിക്കുന്നു, വല്ലാണ്ട് ആ ചിന്തകളെല്ലാം, ആ തോട്ട്സ് എല്ലാം സാഡാക്കുന്നു എന്നാണ് ആ ലൈൻസിലൂടെ എഴുത്തുകാരി പറയുന്നത്. നെക്സ്റ്റ് ലൈൻ, യു കനോട്ട് ബിലീവ് ഡാർലിംഗ്, ക്യാൻ യു, that I lived in such a house and was proud and loud. I who have lost my way and beg now at strangers' door to receive love, at least in a small change. അടുത്ത ലൈനിൽ അവരുടെ ദുഃഖമാണ്. ഇപ്പം ലൈഫിൽ നഷ്ടപ്പെട്ടു പോയ ആ സ്നേഹം തിരികെ വേണം. ഇപ്പോൾ അവർക്ക് ആ ഇപ്പം അവരെ മനസ്സ് തുറന്ന് സ്നേഹിക്കാൻ അവരുടെ ചുറ്റും ആരുമില്ല. അവർ ഒരു ബെഗ് ചെയ്യുകയാണ്, ഒരു ബെഗ്ഗറിനെ പോലെ അവർ സ്നേഹത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ ബെഗ് ചെയ്യുകയാണ് സ്ട്രേഞ്ചേഴ്സിൻ്റെ അടുത്ത്. മനസ്സ് തുറന്ന് ആ കറകളഞ്ഞുള്ള സ്നേഹം ഇപ്പോൾ അവർക്ക് കൊടുക്കാൻ അവരുടെ ചുറ്റും ആരുമില്ല. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? അത് നമ്മളോട് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ അവർ അവരുടെ ഭർത്താവിനോട് ചോദിക്കുകയാണ്. അങ്ങനെ ഒരു വീട്ടിൽ, അത്രത്തോളം സ്നേഹവും കരുതലും നിറഞ്ഞൊരു വീട്ടിൽ അവർ താമസിച്ചിരുന്നു എന്നുള്ളത് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അത്രത്തോളം ലവും ഹാപ്പിനെസ്സും ഒക്കെ ആ വീട്ടിൽ നിന്ന് അവർക്ക് ലഭിച്ചിട്ടുണ്ട്. മുത്തശ്ശി ഇല്ലാത്ത ആ ഒരു ലൈഫ്, കമലാദാസിൻ്റെ ആ ലൈഫ് എന്ന് പറയുന്നത് ഇപ്പോൾ അവരെ വല്ലാണ്ട് ഒറ്റപ്പെടുത്തുന്നു എന്നാണ് ഈ വരികളിലൂടെ പറയുന്നത്.
ഇനി നമുക്ക് മൊത്തത്തിൽ എന്താണ് ഈ കവിതയിൽ പറയുന്നതെന്ന് ഒന്നും കൂടെ നോക്കാം. മുത്തശ്ശിയുമായിട്ടുള്ള ഓർമ്മകളാണ് ഈ കവിതയിൽ ഉടനീളം പറയുന്നത്. അവരുടെ നൊസ്റ്റാൾജിക് പെയിൻ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മെമ്മറീസ് റീകോൾ ചെയ്തെടുക്കുകയാണ്. കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുകയാണ്. വീണ്ടും ആ കാര്യങ്ങൾ ലൈഫിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അത് ലൈഫിലേക്ക് ഇനി കൊണ്ടുവരിക എന്നുള്ളത് പറ്റുന്ന ഒരു കാര്യമല്ല. മുത്തശ്ശിയായിരുന്നു ആ വീടിൻ്റെ സോൾ എന്ന് പറയുന്നത്. പക്ഷേ മുത്തശ്ശി മരണപ്പെട്ടു. വീട് മൂകമായി, വീട് നിശബ്ദമായി. വീട്ടിൽ ഇപ്പോൾ ആരുമില്ല, സന്തോഷമില്ല. വീട് മൊത്തത്തിൽ ഇരുട്ട് മൂടിയതുപോലെ ആയിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഷീ വോണ്ട് ടു ഗോ ബാക്ക്. അവർക്ക് അവിടേക്ക് തിരിച്ചു പോകണം. പക്ഷേ പലവട്ടം പോകണമെന്ന് ആഗ്രഹിച്ചിട്ടും അവിടേക്ക് തിരിച്ചു പോകാൻ എഴുത്തുകാരിക്ക് കഴിയുന്നില്ല. ഗ്രാൻഡ് മദറിൻ്റെ ആബ്സെൻസ്, മുത്തശ്ശിയുടെ ആബ്സെൻസ് അവരെ വല്ലാണ്ട് നിരാശയിലാക്കുന്നു, വല്ലാണ്ട് ദുഃഖത്തിലാഴ്ത്തുന്നു. ഏറ്റവും കൂടുതൽ ലവും അഫക്ഷനും കെയറും കിട്ടിയിരുന്ന ഒരു ടൈമായിരുന്നു മുത്തശ്ശിയോടൊപ്പം ഉണ്ടായിരുന്നത്. അവർക്ക് സ്നേഹത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ മുത്തശ്ശിയിൽ നിന്ന് ലഭിച്ച ആ ഒരു സ്നേഹം ഇപ്പോൾ അവരുടെ ചുറ്റും അവർക്കത് കൊടുക്കുന്നില്ല. അവർ സ്നേഹത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ ബെഗ് ചെയ്യാണ് സ്ട്രേഞ്ചേഴ്സിനടുത്ത്. ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കമലാ സുരയ്യയുടെ കഥ സിനിമയാക്കിയിട്ടുണ്ട്. നിങ്ങൾ ആരൊക്കെ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. ആമി എന്ന സിനിമ, ടോവിനോ തോമസും മഞ്ജു വാര്യരും ഒക്കെ അഭിനയിച്ച ആമി എന്ന സിനിമ കമലാ സുരയ്യയുടെ ജീവിത കഥയാണ് പറയുന്നത്. കാണാത്തവർ കണ്ടു നോക്കൂ. അതിൽ ആ ഒരു സിനിമ കാണുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഈ പറയുന്ന ലവിന് വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുന്നതും മറ്റു കാര്യങ്ങളും ഒക്കെ കുറച്ചും കൂടെ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ സിനിമയിൽ നിന്ന് കുറച്ചും കൂടെ കാര്യങ്ങൾ നമുക്ക് ഈ പോയമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെ കുറേ കൂടെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ സിനിമ ഒരു ഉപകാരപ്പെടും. ഇപ്പോൾ അവരുടെ ഈ ലൈഫുമായിട്ട് പഴയ ലൈഫിനെ കമ്പയർ ചെയ്ത് പറയുന്നു. കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് എന്താണ്, അന്നത്തെ ആ ലൈഫ് എന്ന് പറയുന്ന ഒരുപാട് സ്നേഹവും കരുതലും ലഭിച്ചിരുന്ന ഒരു ലൈഫായിരുന്നു. ഇപ്പോൾ ലൈഫിൽ സ്നേഹവും കരുതലും ഒന്നും ഇല്ല, അതെല്ലാം നഷ്ടമായിരിക്കുന്നു. ഗ്രാൻഡ് മദറിനെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഗ്രാൻഡ് മദർ കൂടെ വേണമെന്ന് ആഗ്രഹിക്കുന്നു. അവരുടെ കൂടെ വീണ്ടും ചെലവഴിക്കണമെന്ന്, ആ സ്നേഹവും കരുതലും തിരിച്ചു കിട്ടണമെന്നൊക്കെ ഈ കവിതയിലൂടെ കവയിത്രി ആഗ്രഹിക്കുന്നുണ്ട്. മുത്തശ്ശിയുടെ മരണത്തെ പറ്റിയിട്ട് ആലോചിക്കുമ്പോൾ ഇപ്പോൾ പോലും അവരുടെ ബ്ലഡ് തണുത്തുറഞ്ഞു പോവുകയാണ്. മുത്തശ്ശിയിൽ നിന്നാണ് അത്രത്തോളം സ്നേഹം ലഭിച്ചിട്ടുള്ളത്. അവരുടെ ആ മെമ്മറബിൾ ചൈൽഡ്ഹുഡിനെ പറ്റിയിട്ട് ഈ കവിതയിലെ ഓരോ വരികളിലും നമുക്ക് പറഞ്ഞു തരികയാണ്. അപ്പോൾ ആ മുത്തശ്ശിയുടെ മരണം അവരെ വല്ലാണ്ട് തളർത്തി. അവരുടെ ആ രക്തം എല്ലാം തണുത്തുറഞ്ഞു പോയി എന്നുള്ള അതൊക്കെ സിമിലിയാണ് മൂണുമായിട്ട്. നിലാവുള്ള രാത്രി നല്ല തണുപ്പാണെന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ല. അപ്പം ആ തണുപ്പ്, ആ നിലാവുള്ള രാത്രി അല്ലെങ്കിൽ ചന്ദ്രനിലെ ആ തണുപ്പിനെ അവരിലെ ലൈഫിൽ നടന്നു പോയ സംഭവമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സിമിലിയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ചന്ദ്രനിലെ ആ തണുപ്പ് പോലെ അവരുടെ ബ്ലഡും തണുത്തുറഞ്ഞു പോയി എന്നാണ് പറയുന്നത്. പോയിട്ട് ഗ്രാൻഡ് മദറുമായിട്ട് അത്രത്തോളം അറ്റാച്ച് ചെയ്തിരുന്നു. ഹി വാസ് ഡീപ്ലി അറ്റാച്ച്ഡ് ടു ഹെർ ഗ്രാൻഡ് മദർ ഹു വാസ് വെരി കെയറിങ് ആൻഡ് അഫക്ഷനേറ്റ് ടു ഹെർ. ഷി വാസ് ഇമോഷണലി ഷാറ്റേർഡ് ആഫ്റ്റർ ദ ഡെത്ത് ഓഫ് ഹെർ ഗ്രാൻഡ് മദർ ഹു ഹാഡ് ബീൻ ദ ചീഫ് സോഴ്സ് ഓഫ് ഇൻസ്പിറേഷൻ ഇൻ ഹർ ലൈഫ്. അവരുടെ ലൈഫിലെ വലിയൊരു ഇൻസ്പിറേഷൻ, അവരുടെ ലൈഫിനെ ഒരുപാട് സ്വാധീനിച്ച ഒരു വ്യക്തിയായിരുന്നു ഗ്രാൻഡ് മദർ എന്ന് പറയുന്നത്. ഷീ വോണ്ട് ടു റീവിസിറ്റ് ഹെർ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ്. പക്ഷേ റീവിസിറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അവളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ഒരു നിരാശ കടന്നു വരികയാണ്. ഇനി ആ വീട്ടിൽ മുത്തശ്ശിയില്ല, മുത്തശ്ശിയുടെ സ്നേഹമില്ല, കരുതലില്ല. അങ്ങനെ വല്ലാത്തൊരു നിരാശ, ഒരിക്കലും തിരിച്ചു കിട്ടാത്ത സ്നേഹത്തിൻ്റെ നിരാശ ഒരിക്കലും തിരിച്ചു പോയി കഴിഞ്ഞാൽ ഒറ്റപ്പെട്ടു പോവുകയാണ്. ഇനി അവിടെ ആ ഒരു സ്നേഹവും കരുതലൊന്നും ഇല്ല എന്ന് ചിന്തിക്കുമ്പോൾ വല്ലാതെ ദുഃഖിതയാകുകയാണ്, വല്ലാത്ത നിരാശ തോന്നുകയാണ്. അവരുടെ ലൈഫിലെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ കൂടിയായിരുന്നു ഗ്രാൻഡ് മദർ എന്ന് പറയുന്നത്. ഇപ്പോൾ എന്താണ്, ഷി ഹാസ് ഓൾമോസ്റ്റ് ലോസ് ഹെർ വേ ഇൻ സെർച്ച് ഓഫ് ജെന്യൂൻ ആൻഡ് സെൽഫ്ലെസ് ലവ്. അത്രയും പരിശുദ്ധമായ പ്യുവറായിട്ടുള്ള ആ ഒരു സ്നേഹത്തിന് വേണ്ടിയിട്ടുള്ള അവർ ഇപ്പോൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഒരിക്കലും അത് തിരിച്ചു കിട്ടത്തില്ല. ഇനി അത് സ്ട്രേഞ്ചേഴ്സിൻ്റെ അടുത്ത് ഇപ്പോൾ യാചിച്ചുകൊണ്ടിരിക്കുകയാണ് അത്തരം ഒരു സ്നേഹത്തിനും കരുതലിനും വേണ്ടിയിട്ട് എന്നുള്ളതാണ് ലാസ്റ്റ് ലൈനുകളിലൂടെ എഴുത്തുകാർ നമ്മളോട് പറയുന്നത്. വളരെ നല്ലൊരു പോയമാണിത്. ഒരുപാട് നൊസ്റ്റാൾജിക് ഫീല് തരുന്ന, കവയിത്രിക്ക് എഴുത്തുകാരിക്ക് ഒരുപാട് നൊസ്റ്റാൾജിയ കൊടുക്കുന്ന ഒരു പോയമാണ്. അവരുടെ ലൈഫിൽ വലിയൊരു മെമ്മറി, വലിയൊരു നിരാശ പ്രേക്ഷകരോട് തുറന്നു കാട്ടുന്ന ഒരു പോയമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പം നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ.